എല്ലാവർക്കും ഡോക്ടർ ലേണറുടെ മറ്റൊരു സെഷനിലോട്ട് സ്വാഗതം. മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയുടെ ഒരു സെഷനാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ കണക്കിൽ പഠിക്കുന്നത് പെർസെൻറ്റേജും അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നുള്ള ചില ചോദ്യങ്ങളായിരിക്കും. ഏറെക്കുറെ 15 ചോദ്യങ്ങൾക്ക് മേലെ ആയിരിക്കും നമ്മൾ ഈ ഒരു സെഷനിൽ പഠിക്കുന്നുണ്ടാവുക. ഇതുവരെ ഈ ഡോക്ടർ ലേണറുടെ റാങ്ക് മേക്കിംഗ് സീരീസ് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സെഷനിലോട്ട് കയറാം. ആദ്യത്തെ ചോദ്യം, 180ൻ്റെ എത്ര ശതമാനമാണ് 45 എന്നുള്ളതാണ് ചോദ്യം. അതായത് 180ൽ എത്ര പ്രാവശ്യം 45 കൊള്ളും എന്നുള്ളത് നമുക്കറിയാമെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? 45 എന്നുള്ളത് ഞാൻ എഴുതിയതിന് ശേഷം 45/180 ഗുണം 100. അപ്പം ഇതിൻ്റെ ഉത്തരം എന്താണോ അതാണ് ഈ ഓപ്ഷൻസിൽ നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അതും വേണ്ട. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമ്മൾ കണ്ടുപിടിക്കുന്നതോടെ നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം 180ൽ 45 4 പ്രാവശ്യം പോവും, 100ൽ 4 25. അപ്പം 25% ഉത്തരം. ഓപ്ഷൻ നമ്പർ എ ആണ് കറക്റ്റ് ആൻസർ. വളരെ സിമ്പിളായിട്ടൊരു ചോദ്യം വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഒരു പരീക്ഷ ജയിക്കാൻ 35% മാർക്ക് വേണം. ഒരു കുട്ടിക്ക് 250 മാർക്ക് കിട്ടി. പക്ഷേ ആ കുട്ടി 30 മാർക്കിന് തോറ്റു എങ്കിൽ ആകെ മാർക്ക് എത്ര? ചോദ്യം ഞാൻ പറഞ്ഞു തരാം. നമുക്ക് എത്രയാണ് പാസ് പെർസെൻറ്റേജ് എന്നുള്ളത് നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ആ ഒരു കുട്ടിയുടെ മാർക്ക് തന്നിട്ടുണ്ട്. ആ ഒരു കുട്ടി എത്ര മാർക്കിനാണ് പരീക്ഷ തോറ്റത് എന്നും അതിനകത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്, മൊത്തം ആ പരീക്ഷ എത്ര മാർക്കിലായിരുന്നു? ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നൊരു കാര്യം എന്താണ്? പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 35% എന്നുള്ളത് നമുക്ക് അറിയാം. ഇനി ആ കുട്ടിക്ക് കിട്ടിയത് 250 മാർക്ക്, കുട്ടി തോറ്റത് 30 മാർക്കിന്. അതിൻ്റെ അർത്ഥം പാസ് മാർക്ക് 250ഉം 30ഉം കൂടെ ചേർത്താൽ 280 ആണ്. അപ്പം നമുക്കിവിടെ എഴുതാം, പാസ് മാർക്ക് എന്ന് പറയുന്നത് 280 അപ്പം പാസ് പെർസെൻറ്റേജ് 35% എന്ന് നമുക്കറിയാം. അപ്പം ഈ 35% 280 എന്നുള്ളതിൽ നമുക്ക് സംശയമില്ല. അപ്പോൾ 100%, അതായത് പരീക്ഷ എത്രയിലാണ്, 100% എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 35% ഗുണം എക്സ്. വെറും 35% 250 എന്ന് എഴുതരുത്. എക്സിൻ്റെ 35%, അതായത് ടോട്ടൽ എത്രയിലാണ് പരീക്ഷ, അതിൻ്റെ 35% 280 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് ഈക്വൽസ് 280. 35 എന്നുള്ളത് നമുക്ക് 35/100 എന്ന് എഴുതാൻ പറ്റും അല്ലേ? അപ്പം ഇത് 35 താഴോട്ട് വരും, 100 മുകളിലോട്ട് വരും. ഇത് നമുക്ക് 2 8 800. അപ്പോൾ 800 പരീക്ഷ പേപ്പർ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത്. 800 നമ്മുടെ ഓപ്ഷൻസിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ അല്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം, 60ൻ്റെ 10% 6 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് 360ൻ്റെ എത്ര ശതമാനമാണ്? അപ്പോൾ ഇതൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്, ഇത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട. ഞാൻ ചോദ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. 60ൻ്റെ 10% 6 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് 360ൻ്റെ എത്ര ശതമാനമാണ്? അപ്പം ഈ ചോദ്യം ചിലപ്പോൾ പെട്ടെന്ന് കത്തിന്ന് വരില്ല. അപ്പോൾ നമുക്കിത് 1 by 1 ആയിട്ട് നമുക്കിത് ചെയ്ത് നോക്കാം. ഓരോരോ ഭാഗമായിട്ട് നമുക്ക് കവർ ചെയ്യാം. ആദ്യം എന്താണ്? 60ൻ്റെ 10%. 60ൻ്റെ 10% എന്ന് പറയുന്നത് എത്രയാണ്? 6 സംശയം എല്ലാവർക്കും. 6നെ 6 കൊണ്ട് ഗുണിച്ചാൽ 6 ഗുണം 6 എത്രയാണ്? 36. അപ്പോൾ അവിടെയും നമുക്ക് സംശയമൊന്നുമില്ല. കിട്ടുന്നത് 360ൻ്റെ എത്ര ശതമാനമാണ്? അപ്പം നമുക്ക് കിട്ടിയത് എന്താണ്? 36. നമുക്ക് എന്താ അറിയേണ്ടത്? അത് 360ൻ്റെ എത്ര ശതമാനമാണെന്നുള്ളത്. അപ്പോൾ 36 നമുക്ക് കിട്ടിയത്. 360ൻ്റെ എത്ര ശതമാനം എന്ന് പറയുമ്പോൾ കാണുമ്പോൾ തന്നെ പലരും ഉത്തരം പറഞ്ഞു കഴിഞ്ഞ് കാണും. 1 10% ആൻസർ വരുന്നത്. 36 360ൻ്റെ 10% ഉത്തരം. ഇത് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. 60ൻ്റെ 10% 6. അതിന് നമ്മൾ 6 കൊണ്ട് ഗുണിച്ചാൽ 6 ഗുണം 6 36. കിട്ടുന്നത് 360ൻ്റെ എത്ര? 36/360 10% ഉത്തരം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് കടക്കാം. 150 രൂപ വിലയുള്ള ഒരു സാധനത്തിൻ്റെ വില 180 രൂപയായി വർദ്ധിച്ചാൽ വർധനവിൻ്റെ ശതമാനം എത്ര? അതായത് 150 രൂപയുള്ളൊരു പൊരുൾ നമ്മൾ 180 രൂപയ്ക്ക് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ
അതിൻ്റെ എത്ര ശതമാനമാണ് വർധനവ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതേപോലത്തെ വേറെയും ചോദ്യങ്ങളുണ്ടാകും. ഒരു കച്ചവടക്കാരൻ 150 രൂപ വിലപിടിപ്പുള്ള ഒരു സാധനം 180 രൂപയ്ക്ക് വിറ്റാൽ അയാൾക്ക് കിട്ടുന്നത് ലാഭമോ നഷ്ടമോ, ലാഭമെങ്കിൽ എത്ര ശതമാനം, നഷ്ടമെങ്കിൽ എത്ര ശതമാനം. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങളും വരാറുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 150 ആണ്, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 180 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എത്ര വർധനവ്. അപ്പോൾ വർധനമാണെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രോഫിറ്റ് ആയിരിക്കും അവിടെ വരിക. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 30 രൂപ. പക്ഷെ നമുക്കിവിടെ അറിയേണ്ടത് ശതമാനമാണ്. അപ്പോൾ അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഇതായിരിക്കും നമുക്ക് കിട്ടേണ്ട ഉത്തരം, അല്ലെങ്കിൽ ശതമാനത്തിൽ നമുക്ക് കിട്ടേണ്ട ഉത്തരം. അപ്പോൾ നമ്മളിത് ഫോർമുലയിൽ ഇട്ട് നോക്കുകയാണെങ്കിൽ 180 ബൈ മൈനസ് 180 ബൈ 180 ഗുണം 100 അല്ലേ? 150 മൈനസ് 150 30 നമ്മൾ അതേപോലെ അത് എഴുതുന്നു. 30 ബൈ 150 എന്ന് പറയുന്നത് എന്താ? ഇത് 1, ഇത് 5, 1/5. 1/5 100 എന്ന് പറയുന്നതോ 20%. അപ്പോൾ ആകെ വർധനവ് എന്ന് പറയുന്നത് 20%. 20%. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇനി നമുക്ക് ഈ ഒരു ചോദ്യം വേറെ രീതിയിലും ഞാനിപ്പോൾ ചോദിക്കാമെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് 180 രൂപ വിലയുള്ള ഒരു സാധനം 150 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ എത്രയാണ് വിലക്കുറവ് ശതമാനം വരിക, അല്ലെങ്കിൽ എത്ര ആണ് നഷ്ടശതമാനം എത്രയാണ്, ലോസ് പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇതിപ്പം 150 ആകുമ്പോൾ നമുക്ക് 20% കിട്ടി. നേരെ തിരിച്ച് വരുമ്പോഴും നമുക്ക് 20% കിട്ടുമോ? ഇല്ല. അപ്പോഴും നമ്മൾ ചെയ്ത് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 180 ആയിരിക്കും. സെല്ലിംഗ് പ്രൈസോ 150 ആണ്. അപ്പം ആ ലോസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അപ്പോഴും കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ്. ഫോർമുലയിൽ യാതൊരുവിധ മാറ്റവും വരുന്നില്ല. അപ്പോൾ പിന്നെ എവിടെയാണ് മാറ്റം വരുന്നത്? നേരത്തെ നമ്മൾ 180 മൈനസ് 150 ആയിരുന്നു. ഇവിടെ നമ്മൾ 150 മൈനസ് 150 ആണ്. അവിടെയും വാല്യൂ മാറുന്നില്ല. നെഗറ്റീവ് സൈൻ ആവുന്നത് നഷ്ടത്തിൻ്റെ ആ ഒരു സിമ്പിൾ കാണിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ നേരത്തെ സാഹചര്യത്തിൽ കോസ്റ്റ് പ്രൈസ് 150 ആയിരുന്നു. ഇവിടെ കോസ്റ്റ് പ്രൈസ് 180 ആണ്. അപ്പം 30 ബൈ 180 മൈനസ് ഉണ്ട്. ഇത് നമുക്ക് 1/6 കിട്ടും. അതായത് 100 ബൈ 6 എന്ന് പറയുന്നത് മൈനസ് 16.67%. അതായത് 180 രൂപയുള്ള ഒരു പൊരുൾ 150 രൂപയ്ക്ക് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ശതമാനമാണ് നഷ്ടം എന്ന് ചോദിച്ചാൽ 16.67%. നേരെ മറിച്ച് 150 രൂപ, അതായത് നമ്മൾ നേരത്തെ ചെയ്ത് നോക്കിയ ചോദ്യം, 150 രൂപയുള്ളൊരു പൊരുൾ 180 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ലാഭശതമാനം എത്രയാണ്? 20%. അപ്പം ഫോർമുല അറിഞ്ഞിരിക്കുക, ആ വ്യത്യാസം എന്നത് മനസ്സിലാക്കുക, നന്നായിട്ട് ചെയ്യുക. അടുത്ത ചോദ്യം. ഒരാൾ ഒരു ഉൽപ്പന്നം 840 രൂപയ്ക്ക് വിറ്റു, 20% ലാഭം നേടി. 30% ലാഭം കിട്ടണമെങ്കിൽ അയാൾ അത് എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എത്ര രൂപയ്ക്കാണ് വിറ്റത് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 840 രൂപയ്ക്കാണ് ആ വ്യക്തി വിറ്റത്. അയാൾക്ക് എത്ര പ്രോഫിറ്റ് പെർസെൻറ്റേജ്, അയാളുടെ എത്രയാണ് ലാഭശതമാനം? അയാൾക്ക് 20% കിട്ടിയത്. അപ്പം അയാളുടെ മുതലും ലാഭവും കൂടെ ചേർത്തിട്ടാണ് 840 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് എത്രയാണ് കോസ്റ്റ് പ്രൈസ്, അതായത് ശരിക്കുമുള്ള ആ ഉൽപ്പന്നത്തിൻ്റെ വില എത്രയാണെന്നുള്ളത് നമുക്കറിയില്ല. അത് കണ്ടുപിടിച്ചതിന് ശേഷം വേണം 30% ലാഭം കിട്ടുവാണെങ്കിൽ എത്രയായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ശരിക്കും ഈ പൊരുളുടെ വില എത്രയാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എനിക്കിത് ഇങ്ങനെ എഴുതാൻ പറ്റും. അതായത് മുതലും 20% ലാഭവും കൂടെ ചേർത്താലാണ് 840, അതായത് 1.2x. എക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശരിക്കുള്ള ഉൽപ്പന്നത്തിൻ്റെ കോസ്റ്റ് പ്രൈസ്, അതിൻ്റെ ശരിക്കുമുള്ള വില എത്രയായിരുന്നു, അല്ലെങ്കിൽ ഈ വ്യക്തി വാങ്ങിയ സമയത്ത് എത്രയ്ക്കാണ് വാങ്ങിയത്, അതാണ് എക്സ്. അപ്പോൾ അതിൻ്റെ മുതലും 20% ലാഭം കൂടെ ചേർക്കുമ്പോൾ 1.2x = 840 എന്നുള്ളത് എനിക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു? ഇതിനെ എടുത്ത് ഇപ്പുറത്തോട്ട് ഇടുന്നു. 840 ബൈ 1.2. അപ്പോൾ ഇത് ചിലവർക്ക് ഇത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് കാണും. ഇതെങ്ങനെ എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇനി ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ 2നെ ഞാൻ 10 വെച്ച് ഞാൻ ഗുണിക്കുന്നു. എന്നിട്ട് ഞാനത് ഇങ്ങനെ എഴുതുന്നു. ഈ 0 ഞാൻ അപ്പുറത്തോട്ട് ഇട്ടു. അപ്പം 10 × 10 100
84 മാത്രം ഞാൻ ഐസൊലേറ്റ് ചെയ്തു. എന്നിട്ട് 1.2 ഗുണം 10 എത്രയാണ്? 12. ഇനി 84 12 എത്ര പ്രാവശ്യം പോകുന്നുള്ളത് നമുക്ക് അറിയാം. ഗുണന പട്ടിക പഠിച്ചാൽ ആർക്കും പറയാവുന്നതേ ഉള്ളൂ. 12 ഗുണം എത്രയാണ്? 7 84 വരിക. അപ്പോൾ ഞാനിത് ഡിവൈഡ് ചെയ്തു. 700 എനിക്ക് കിട്ടുന്ന ഉത്തരം. അതായത് കോസ്റ്റ് പ്രൈസ് ആണ് 700. നമ്മൾ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടില്ല. ഇനി 700 രൂപയാണ് ആ വ്യക്തി വാങ്ങിച്ചെങ്കിൽ ആ വ്യക്തി 30% ലാഭത്തിന് വിറ്റിരുന്നെങ്കിൽ അയാൾക്ക് എത്ര ആയിരുന്നു വിറ്റ വില അല്ലേ? ലാഭം കിട്ടണമെങ്കിൽ അയാൾ അത് എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പം അതായത് 1.3x ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എക്സ് നമ്മൾ കണ്ടുപിടിച്ചു 700 ആണെന്നുള്ളത്. അപ്പം 700 ഗുണം 1.3. 7 ഗുണം 3 എത്രയാണ്? 21. അപ്പോൾ 700ൻ്റെ കൂടെ 210 കൂടെ കൂട്ടി എത്ര വരും? 910 വരും. 910 നമ്മുടെ ഓപ്ഷൻസിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ഡി. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. പിന്നെ വേറൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ചോദ്യത്തിൻ്റെ ഓപ്ഷൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഓപ്ഷൻസ് തന്നെ നമുക്ക് ഈ ഉത്തരം കിട്ടും. ഞാൻ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നമുക്കിതിന് ഉത്തരം കിട്ടും. എങ്ങനെയാണെന്ന് വെച്ചാൽ 20% ലാഭം കിട്ടിയ ഒരു വ്യക്തി വിറ്റത് 840 രൂപയാണെങ്കിൽ 30% ലാഭം കിട്ടിയ ഒരു വ്യക്തിക്ക് എന്തായാലും 840 കൂടുതൽ വിറ്റാലല്ലേ 30% കിട്ടത്തുള്ളൂ. 20% ലാഭത്തിന് 840 വിറ്റെങ്കിൽ 30% ലാഭത്തിന് 840 കൂടുതൽ തുകയ്ക്ക് വിറ്റാൽ മാത്രമേ പറ്റുകയുള്ളൂ. ഓപ്ഷൻസ് നോക്കുക. 810 അല്ല, 610 അല്ല, 710 അല്ല. ആകെ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ 840 മുകളിൽ. അപ്പം അതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. ഒരു സംഖ്യയുടെ 15% എന്നത് 27 ആയാൽ സംഖ്യ കാണുക എന്നുള്ളതാണ്. ആ സംഖ്യ എത്രയാണെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ആ സംഖ്യയുടെ 15% 27 എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ 15% എന്നുള്ളത് എനിക്ക് ഇങ്ങനെ എഴുതാം. എക്സ് ആണ് എനിക്ക് അറിയത്തില്ലാത്തത് 27. ഇത്രയും നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? ഇത് നേരെ അപ്പുറത്തോട്ട് ഇടുന്നു. 15 27 5 9 20. ഇങ്ങനെയാണ് നമ്മളത് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുക അല്ലേ? അതായത് 9 ഗുണം 20 150 നമുക്ക് കറക്റ്റ് ഫോർമുല വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇക്വേഷൻ ഇട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഉത്തരം കിട്ടി. ഉത്തരം ഏതാണ്? 180. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇനി എളുപ്പ വഴി. 15% 27. അങ്ങനെയാണെങ്കിൽ 5% എത്ര ആയിരിക്കും? 15 / 3 5, 27 / 3 9. അപ്പം 5 ഗുണം 20 ആണ് 100 എന്നല്ലാതെ പറയാം. അപ്പോൾ 100% എത്ര ആയിരിക്കും? 9 ഗുണം 20 150. ഈ ഇക്വേഷൻ നമ്മളിട്ട് ചെയ്യുന്നതിലും എളുപ്പമാണ് ഇത് ചെയ്യാൻ. പക്ഷേ അതിനും മനക്കണക്ക് അത്യാവശ്യമാണ്. അപ്പം പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് എല്ലാവർക്കും ഉറപ്പായിട്ടും പറ്റുന്നൊരു കാര്യമായിരിക്കും. അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് പോകാം. ഒരു വസ്തുവിന് 35%, 10% എന്നിങ്ങനെ തുടർച്ചയായി ഡിസ്കൗണ്ട് അനുവദിച്ച ശേഷം 1170 രൂപയ്ക്ക് ഒരാൾ ഇത് വാങ്ങിയാൽ അതിൻ്റെ യഥാർത്ഥ വില എത്ര? ചോദ്യം ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒരാൾ ഒരു സാധനം വെച്ചത് ആദ്യം 35% ഡിസ്കൗണ്ട് കൊടുത്തു, പിന്നെ 10% ഡിസ്കൗണ്ട് കൊടുത്തു. ഈ 2 ഡിസ്കൗണ്ടും കൊടുത്തതിന് ശേഷം അയാൾ വിറ്റ വില 1170 രൂപയ്ക്കാണ്. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ വില, പൊരുളിൻ്റെ യഥാർത്ഥ വില എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഇതിന് നമുക്കൊരു എളുപ്പ വഴി എന്ന് പറയുന്നത്, നിങ്ങൾ ചിലവർ പഠിച്ചിട്ടുണ്ടാവാം, ഒരു ഫോർമുലയുണ്ട്. അതായത് എക്സ് മൈനസ് വൈ ഇതെന്തിനാണെന്ന് വെച്ചാൽ ആ പേഴ്സൻറ്റേജ് വ്യത്യാസം കണ്ടുപിടിക്കാനാണ്. അപ്പോൾ തൽക്കാലം ഞാനിത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഇത് അവിടെ ഇരുന്നോട്ടെ, ഈ ഒരു ഇക്വേഷൻ അവിടെ ഇരുന്നോട്ടെ. അപ്പം ഇതിൽ ഈ സിമ്പിൾസൊക്കെ മാറാം. അത് ഞാൻ ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ പറഞ്ഞു തരാം. അപ്പം ആദ്യം ഈ വ്യക്തി 35% ഡിസ്കൗണ്ടിലാണ് കൊടുത്തത്. അപ്പം ഞാൻ എന്ത് എഴുതുന്നു? -35 എന്ന് ഞാൻ എഴുതി. എന്നിട്ട് 10% വീണ്ടും ഡിസ്കൗണ്ട് അടിച്ചു. പിന്നെ ഞാൻ 10 എന്ന് എഴുതി. പിന്നെ എക്സ് എത്രയാണ്? എക്സ് എന്ന് പറയുന്നതാണ് ആദ്യമായിട്ട് ഡിസ്കൗണ്ടോ അല്ലെങ്കിൽ കൂട്ടിയോ കൊടുത്ത ശതമാനം. വൈ എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ കേസ്. അപ്പോൾ 35 ഗുണം 10 അതാണ് എക്സ് വൈ. അപ്പം ഞാനിവിടെ പ്ലസ് ഇടുന്നു. എന്തിനാണ് ഞാൻ പ്ലസ് ഇടുന്നതെന്ന് വെച്ചാൽ 2 പ്രാവശ്യവും നമ്മൾ കുറച്ചാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ പ്ലസ് വരും. അല്ലെങ്കിൽ 2 പ്രാവശ്യം നമ്മൾ കൂട്ടിയാണ് പെർസെൻറ്റേജ്, ഇപ്പോൾ ഉദാഹരണത്തിന് ആദ്യം 10% കൂട്ടി
വിറ്റു. അതിനുശേഷം 20% പിന്നെയും ഞാൻ കൂട്ടി. അപ്പോൾ 10%, 20%. 10ഉം 20ഉം രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് വരും. അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആയാലായിരിക്കും ഇവിടെ പോസിറ്റീവ് വരുന്നത്. ഓക്കെ. 35 ഗുണം 10 എത്രയാണ്? 350 ബൈ 100 -35 - 10 എത്രയാണ്? -45 പ്ലസ് 3.5. അതായത് 41% ഡിസ്കൗണ്ടാണ് മൊത്തത്തിൽ ആ വ്യക്തിക്ക് കൊടുത്തത്. മൊത്തത്തിലുള്ള ഡിസ്കൗണ്ട് -41.5, അതായത് ഡിസ്കൗണ്ട് 41.5%. ഓക്കെ, ഇത് വരെ ഉള്ളത് നമുക്ക് സംശയമില്ല. അപ്പം 41.5% ഡിസ്കൗണ്ട് കൊടുത്തു എന്നാണെന്നുണ്ടെങ്കിൽ 100 - 41.5 എത്രയാണ്? 58.5. അതായത് ആ ശരിക്കുമുള്ള വസ്തുവിൻ്റെ തുകയുടെ 58.5% ഈ 1170 എന്നുള്ളത് നമുക്ക് മനസ്സിലായി. കാരണം ആദ്യം ഒരു സാധനം ഞാൻ 35% ഡിസ്കൗണ്ട് കൊടുത്തു, പിന്നെ ഞാൻ 10% ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ മൊത്തത്തിൽ ആ ആക്ച്വൽ തുകയുടെ മൊത്തം ഡിസ്കൗണ്ട് -41.5, അതായത് 41% ഡിസ്കൗണ്ടാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ആക്ച്വൽ തുകയുടെ 58.5, 100 - 41.5, ആക്ച്വൽ തുകയുടെ 58.5% ഈ 1170 എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പം ഞാൻ എന്തെഴുതുന്നു? ആക്ച്വൽ തുക എനിക്ക് ഇപ്പോഴും അറിയില്ല, ഞാൻ എക്സ് തന്നെ എഴുതുന്നു, ഈക്വൽസ് 1170. അപ്പോൾ ഞാൻ എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? 1170 ബൈ 58.5 ഇൻറ്റു 100. ഓക്കെ, ഇതുവരെ ആർക്കും സംശയമില്ല. അപ്പം ഇവിടെ നിങ്ങളൊരു സംഭവം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 1170ൻ്റെ നേർപകുതിയാണ് 585. നമുക്കിവിടെ 58.5 ആണ്. അപ്പോൾ നമുക്കിതിങ്ങനെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 20 കിട്ടും ഇവിടെ. ഓക്കെ, 20 ഗുണം 100 എന്ന് പറയുന്നത് എത്രയാണ്? 2000 ആണ്. 2000 നമ്മുടെ ഓപ്ഷൻസിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ എ 2000 രൂപ. ശരിക്കുമുള്ള ആ വസ്തുവിൻ്റെ തുക എത്രയായിരുന്നു? 2000 രൂപയായിരുന്നു. 2000 രൂപയിൽ നിന്നാണ് ആദ്യം 35% ഡിസ്കൗണ്ട് കൊടുത്തത്. പിന്നെ കിട്ടിയ തുകയിൽ നിന്ന് 10% ഡിസ്കൗണ്ട് കൊടുത്തത്. ആ ഡിസ്കൗണ്ട് കൊടുത്തതിന് ശേഷം കിട്ടിയ വിലയാണ് ഈ 1170 എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നേരെ റിവേഴ്സിലോട്ട് ചെയ്ത് ഉത്തരം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഒരേ ഇനത്തിൽപ്പെട്ട 44 സാധനങ്ങൾ വിറ്റപ്പോൾ ലാഭമായി കിട്ടിയത് 11 സാധനങ്ങളുടെ മുടക്ക് മുതലാണ്. ലാഭശതമാനം എത്ര എന്നുള്ളതാണ് ചോദ്യം. അതായത് ഒരേ ഇനത്തിൽപ്പെട്ടെന്ന് പറയുമ്പോൾ ഏതോ ഒരു സാധനം, അതിൻ്റെ 44 ക്വാണ്ടിറ്റി, 44 സാധനങ്ങൾ വാങ്ങിച്ച് വിറ്റപ്പോഴാണ് 11 സാധനങ്ങളുടെ മുതൽ മുടക്ക് കിട്ടിയത്. അപ്പം ലാഭമാണെന്നുള്ളത് നമുക്കവിടെ മനസ്സിലായി, കുഴപ്പമൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ലാഭം, പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. 44 സാധനം വിറ്റപ്പോൾ, അതായത് 44 പ്രാവശ്യം ഞാനത് വിറ്റപ്പോൾ, 44 സാധനം വിറ്റപ്പോഴല്ല, 44 സാധനങ്ങൾ വിറ്റപ്പോൾ കിട്ടിയ ലാഭം എന്താണ്? 11 സാധനങ്ങളുടെ മുതൽ മുടക്കാണ്. അപ്പം എനിക്കിത് ഇങ്ങനെ എഴുതാൻ പറ്റും. ലാഭം എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ്. അത് ഞാൻ 44 പ്രാവശ്യം ചെയ്തപ്പോഴാണ് എനിക്ക് 11 പ്രാവശ്യം വാങ്ങിച്ചതിൻ്റെ മുതൽ മുടക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതാം: 44 SP മൈനസ് 44 CP ഈക്വൽസ് 11 CP. അതായത് 44 SP ഈക്വൽസ്, ഇത് ഞാൻ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് വെച്ചും? 11 + 44 എത്രയാണ്? 55 CP. SP ബൈ CP എത്രയാണ്? 55 ബൈ 44, അതായത് 5/4, അതായത് 1.2. അപ്പം 20, ഈ പോയിൻ്റ് ഇത് നോക്കും, ഇതാണ് നമ്മുടെ ലാഭശതമാനം. അപ്പോൾ 20%, 1.2. അപ്പോൾ ആ 0.2 ഇല്ലേ, 1 എന്ന് പറയുന്നത് മുതൽ മുടക്കാണ്, എക്സ്ട്രാ എന്ത് കിട്ടിയെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആ 0.2, 20% നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം, അതായത് ഓപ്ഷൻ ബി. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് പോകാം. 10% ഡിസ്കൗണ്ടിൽ ഒരാൾ ഒരു സാധനം വാങ്ങി 20% വില കൂട്ടി വിൽക്കുന്നു. അയാൾക്ക് എത്ര ശതമാനം രൂപ അധികം ലഭിക്കും? ചോദ്യം നമുക്ക് ഒന്നുകൂടെ നോക്കാം. 10% ഡിസ്കൗണ്ടിൽ ഒരാൾ ഒരു സാധനം വാങ്ങി 20% വില കൂട്ടി വിൽക്കുന്നു. അയാൾക്ക് എത്ര ശതമാനം രൂപ അധികം ലഭിക്കും? അപ്പം ഇത് നമ്മൾ എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ആ വ്യക്തി വാങ്ങിച്ച ആ സാധനത്തിൻ്റെ ശരിക്കുമുള്ള വില നമുക്കറിയില്ല, അതുകൊണ്ട് നമ്മളത് എക്സ് എന്ന് എഴുതുന്നു. ഇനി 10% ഡിസ്കൗണ്ടിലാണ് അയാൾ ആ സാധനം വാങ്ങിയത്. അപ്പോൾ നമുക്കത് 0.9x ഈ വ്യക്തി വാങ്ങിച്ചത് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. 0.9x. ഈ 0.9x നമ്മൾ എന്ത് ചെയ്തു? 20% വില കൂട്ടിയാണ് പുള്ളി വിൽക്കുന്നത്. അപ്പം ഈ 0.9 × 1.2
0.9 ഇൻറ്റു 1.2 അത് ചെയ്യാൻ പറ്റാത്തവർക്ക് 12 ഗുണം 9 എത്രയാണെന്നും കൂടെ നോക്കാം. 12 ഗുണം 9 എന്ന് പറയുന്നത് എത്രയാണ്? 108 ആണ്. അപ്പോൾ ഡെസിമൽസ് നിങ്ങൾ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക 1.08 എക്സ്. അപ്പം അയാൾ എത്ര ശതമാനം രൂപ അധികം അയാൾക്ക് ലഭിക്കും? ഇത് നേരത്തെ ചോദ്യം നമ്മൾ ഓർമ്മയുണ്ടല്ലോ, ഒന്നാണെങ്കിൽ അയാൾക്ക് അയാളുടെ മുതൽ മുടക്കാണ്, എക്സ്ട്രാ എത്രയുണ്ടോ അതാണ് അയാളുടെ ലാഭശതമാനം. നേരെ മറിച്ച് ഇത് ഒന്നിൽ താഴെയായിരുന്നെങ്കിലോ നഷ്ടമായിരുന്നു അയാൾക്ക് ഉണ്ടാവുന്നത്. അപ്പം 1.08 ആയതുകൊണ്ട് തന്നെ ഈ 8 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ലാഭശതമാനം. അപ്പം 8% ഓപ്ഷൻസിലുണ്ടെങ്കിൽ അതാണ് കറക്റ്റ് ആൻസർ. ഇവിടെ നമ്മൾ ആ പുള്ളി എത്ര രൂപയ്ക്ക് വാങ്ങിച്ചു അതൊന്നും നമ്മൾ കണ്ടുപിടിച്ചില്ല. നമുക്കത് കണ്ടുപിടിക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം ചോദ്യത്തിൽ അത് തൊട്ട് ചോദിച്ചിട്ടുമില്ല. നമുക്ക് ആകെ അറിയേണ്ടത് എത്ര രൂപ അധികം അയാൾക്ക് ലഭിക്കും, അതായത് എത്ര ശതമാനം അയാൾക്ക് അധികം ലഭിക്കും എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ പുള്ളി വാങ്ങിച്ച് നമ്മൾ എക്സായിട്ട് കൺസിഡർ ചെയ്തു. 10% ഡിസ്കൗണ്ട് ഇട്ടപ്പോൾ 0.9 ആയി. അതിന് 20% വില കൂട്ടി വിട്ടപ്പോൾ നമ്മൾ 0.9 ഇൻറ്റു 1.2 അടിച്ചു. നമുക്ക് കിട്ടിയത് 1.08. അപ്പം 8% ലാഭം. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, ഒരാളുടെ ശമ്പളം 10% വർദ്ധിച്ചതിന് ശേഷം 10% കുറയുന്നു. ഇപ്പോൾ അയാളുടെ ശമ്പളത്തിൽ ആദ്യ ശമ്പളത്തിൽ നിന്ന് എത്ര വ്യത്യാസമാണുള്ളത്? അപ്പോൾ ആ വ്യക്തിക്ക് ആദ്യം ശമ്പള വർധന കിട്ടി, അയാൾക്ക് സന്തോഷം, 10% കൂട്ടി കിട്ടി. പിന്നെ എന്തോ സംഭവിച്ചു, എന്താണെന്നറിയില്ല, 10% പിന്നെയും കുറയ്ക്കേണ്ടി വന്നു. അപ്പോൾ സാധാരണ ആൾക്കാർ എന്ത് വിചാരിക്കും? 10% കൂട്ടി 10% കുറച്ചു, അപ്പോൾ എനിക്ക് എൻ്റെ ശമ്പളത്തിൽ വ്യത്യാസമൊന്നുമില്ല, ഇതായിരിക്കും വിചാരിക്കുന്നത്. എന്നാൽ ഇതല്ല കാര്യം. ഞാൻ ഇവിടെ ഒരു ഫോമുല എഴുതി വെക്കുകയാണ്, നിങ്ങളത് കാര്യമാക്കണ്ട, തൽക്കാലം നിങ്ങളത് കണക്കാക്കണ്ട, ഞാനിത് എഴുതി വെക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പം ഒരാളുടെ ശമ്പളം 10% വർദ്ധിച്ചു എന്ന് വെച്ചാൽ ആദ്യത്തത് പ്ലസ് ആണ്. അപ്പോൾ ഈ എക്സിന് പകരം ഞാനിവിടെ 10 എന്ന് എഴുതുന്നു. പിന്നെ 10% കുറയുന്നു, നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഞാനത് -10 എന്ന് എഴുതുന്നു. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, 2 പ്രാവശ്യം കൂട്ടുകയോ 2 പ്രാവശ്യം കുറയ്ക്കുകയോ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇനിയുള്ള സിമ്പൽ പ്ലസ് ആവുകയുള്ളൂ. ആദ്യം കൂട്ടി രണ്ടാമത് കുറച്ചു എന്നുള്ള കാരണം കൊണ്ട് ഇവിടെ മൈനസ് ആയിരിക്കും വരുന്നത്. എക്സ് ഇൻറ്റു വൈ, അതായത് 10 ഗുണം 10 എത്ര? 100. 100/100 1. ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അതേപോലെ എഴുതിയും കൂടെ തരാം. 100/100 1. അപ്പം ഉത്തരം എത്രയാണ്? 10 - 10 എത്രയാണ്? 0. പിന്നെ ഇത് 1 എല്ലാവർക്കും അറിയാം. അപ്പം -1. -1 എന്ന് പറയുന്നത് എന്താണ്? 1% കുറവ്. അതായത് അയാൾക്ക് കിട്ടിയതിൽ നിന്ന് 1% കുറവാണ് അയാളുടെ ഇപ്പോഴത്തെ ശമ്പളം. അത് ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കാം. 10% കുറവ്, കൂടുതൽ, 1% കുറവ്. ഓപ്ഷൻ സി, ഓപ്ഷൻ 2. അപ്പം അയാൾക്ക് ആദ്യം കിട്ടി, അയാൾക്ക് ശമ്പള വർധന കൂട്ടിക്കൊടുത്തു, ശമ്പള വർധന ഉണ്ടായിരുന്നു, അയാൾക്ക് സന്തോഷമായി, 10% കുറച്ചു. പുള്ളി വിചാരിച്ച് കാണും പഴയ ശമ്പളം കിട്ടുമായിരിക്കുന്നു. പക്ഷേ എന്നാലല്ല, പഴയ ശമ്പളത്തേക്കാൾ 1% കുറവാണ് ഇനി പുള്ളിക്ക് കിട്ടാൻ പോകുന്നത്. നമുക്കിനി അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഒരു ദിവസത്തിൻ്റെ എത്ര ശതമാനമാണ് 72 മിനിറ്റ്? ഒരു ദിവസം എത്ര മണിക്കൂറുണ്ട്? 24 മണിക്കൂറുണ്ട്. അതിലാർക്കും സംശയമില്ല. പക്ഷെ എത്ര മിനിറ്റ് ഉണ്ടെന്ന് നോക്കുമ്പോൾ ചിലവരെങ്കിലും 24 ഗുണം 60 പോയി തപ്പും. 1440 മിനിറ്റാണ് ഉള്ളത്. അപ്പം നമ്മുടെ ചോദ്യം എന്താണ്? 72 മിനിറ്റ് എന്ന് പറയുന്നത് ഒരു ദിവസത്തിൻ്റെ എത്ര ഭാഗം അല്ലെങ്കിൽ എത്ര ശതമാനമായിട്ട് വരും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ആദ്യം ഞാൻ 72 എന്ന് എഴുതുന്നു. എന്നിട്ട് 1440 എന്ന് ഞാൻ ഇവിടെ എഴുതുമ്പോൾ നമുക്കത് ഹരിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? 24/60 എന്ന് തന്നെ എഴുതുന്നു. 24 72-ൽ 3 പ്രാവശ്യം പോവും, 360-ൽ 20 പ്രാവശ്യം പോവും. അപ്പോൾ ഇത് 1/20 എന്ന് എനിക്ക് കിട്ടി. ഇനി എത്ര ശതമാനമാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഞാൻ ഈ 1/20 ഇൻറ്റു 100 ചെയ്യുന്നു. 5%. 72 മിനിറ്റ് എന്ന് പറയുന്നത് ഒരു ദിവസത്തിൻ്റെ 5%. അത് ഓപ്ഷൻസിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പം എപ്പോഴും നമുക്കത് ഫുൾ വാല്യൂ ഇപ്പം 1440 നമ്മൾ ഇട്ടിരുന്നെങ്കിൽ ചെയ്യാൻ പറ്റും, ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്നല്ല. പക്ഷേ സ്വാഭാവികമായിട്ടും അത് ചെയ്തു വരാൻ ചിലവർക്ക് കുറച്ച് സമയം എടുക്കും. നേരെ മറിച്ച് ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ആവശ്യത്തിന് മാറ്റുക. 300-ൻ്റെ 50%-വും എക്സിൻ്റെ 25%-വും തുല്യമായാൽ എക്സിൻ്റെ വില എത്ര? പ്രത്യേകിച്ച് ഇതിൽ ആലോചിക്കാൻ മാത്രമൊന്നുമില്ല. 300-ൻ്റെ 50% എന്ന് പറയുന്നത് എത്രയാണ്? 150 ആണ്. നമ്മളത് നേരെ എഴുതി. എക്സിൻ്റെ 25%, അതായത് 150 എന്ന് പറയുന്നത് എക്സിൻ്റെ 20% ആണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ എഴുതുന്നു. അപ്പോൾ എക്സ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഞാൻ 4 നാക്കി. അപ്പോൾ 150 ഗുണം 4 എത്രയാണ്? 600 ആണ് ഉത്തരം. 600 ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. 64-ൻ്റെ 53%-നോട് 47-ൻ്റെ 64% കൂട്ടിയാൽ എത്ര എന്നുള്ളതാണ് ചോദ്യം.
നമുക്ക് സത്യം പറഞ്ഞാൽ 2 വഴികളുണ്ട്. ഒന്ന് ഓപ്ഷൻസ് നിന്ന് ചെയ്യാൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതൊന്ന്. രണ്ടാമത്തത് നമ്മളിത് ചെയ്ത് നോക്കുക എന്നുള്ളത്. ചെയ്ത് നോക്കുമ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഫോർമുലയും ഷോർട്ട് കട്ട് ഒന്നും തന്നെ ഇല്ല. 64ൻ്റെ 53% തന്നെ കണ്ടുപിടിക്കണം, 47ൻ്റെ 64% കണ്ടുപിടിക്കണം. തൽക്കാലം ഞാനതിന് മുതിരുന്നില്ല. ഓപ്ഷൻസ് വെച്ച് പോകാൻ പറ്റുമോ എന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അപ്പം 64ൻ്റെ 53% എന്ന് പറയുന്നത് എത്രയാണ് പാടായിരിക്കും നമുക്ക് ആർക്കും അറിയില്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് നോക്കേണ്ടി വരും. 64ൻ്റെ 50% എത്രയാണ് നമുക്കറിയാം, 32. അപ്പോൾ 53% എന്തായാലും 32ൽ മുകളിലായിരിക്കും നമുക്കറിയാം. അപ്പം 32നേക്കാൾ വലിയൊരു വാല്യൂ ആണെന്നുള്ളത് നമുക്കറിയാം. അധികം വരില്ല, എന്നാലും 32നേക്കാൾ വലിയൊരു വാല്യൂ ആണ്. ഇനി 47ൻ്റെ 64%. 47ൻ്റെ 64% നമുക്ക് അറിയില്ല, നമ്മൾ ചെയ്ത് നോക്കണം. അറിയില്ല എന്നല്ല, നമുക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ 47ൻ്റെ 50% എന്ന് പറയുന്നത് എത്രയാണ്, ഏറെക്കുറെ 23 വരും. അപ്പോൾ 60% എന്ന് പറയുമ്പോൾ നമുക്കൊരു 4.5 കൂടെ കൂട്ടാം, ഒരു 27ന് മുകളിലായിരിക്കും 100%. അപ്പോൾ 27ന് മുകളിൽ. എങ്ങനെ എനിക്ക് 27 കിട്ടി ഞാൻ ഒന്നുകൂടെ പറയാം. 47ൻ്റെ 50% എന്ന് പറയുന്നത് എത്രയാണ്, 23.5. അപ്പം 60% എന്ന് പറയുന്നത് എത്രയായിരിക്കും, ഇതിന് 47ൻ്റെ 10% 4.7 ആണെങ്കിൽ ഒരു 10% കൂടെ കൂട്ടുമ്പോൾ 27ന് മുകളിലാണ് എന്നെനിക്കറിയാം. 27 32 കൂടെ കൂട്ടുമ്പോൾ എനിക്ക് 59 കിട്ടും. പക്ഷേ നമ്മുടെ ഉത്തരം 59ന് മുകളിലാണ്. ഇവിടം വരെ നമുക്കറിയാം, സംശയങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ. 117 ഒരിക്കലും വരില്ല, കാരണം ഇതിൻ്റെ ഇരട്ടി ഉണ്ട് ആ ഉത്തരം. അപ്പോൾ എന്തായാലും അത് വരില്ല, നമുക്കറിയാം. ഇത് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു. 111 അഗെയിൻ വരില്ല നമുക്കറിയാം, കാരണം നമ്മുടെ ഈ ഉത്തരം ഇതിനോട് ചേർന്നൊരു ഉത്തരമാവാനേ വഴിയുള്ളൂ. എന്തായാലും അത്രയും വ്യത്യാസം ഇതിന് വരാൻ യാതൊരു നിർവാഹവും ഇല്ല. 111. ഓപ്ഷൻ ബി 53 അഗെയിൻ അല്ല. 59ന് അടുത്താണ് 53, പക്ഷേ 59ൽ കുറവല്ല എന്നുള്ളതാണ് നമ്മളിവിടെ തെളിയിച്ചത്. ആ സംഖ്യ 59ന് മുകളിലാണ് എന്നുള്ളതാണ് നമ്മൾ തെളിയിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 53 അല്ല ഉത്തരം. പിന്നെ ആകെ ഒരു ഓപ്ഷൻ 64 ആണ്. അപ്പം അതാണ് നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ ചില ചോദ്യങ്ങൾ നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അത് ഇങ്ങനത്തെ കോംപ്ലിക്കേറ്റഡ് ആകുമ്പോൾ ഒന്ന് നോക്കി പോവുക, അല്ലാന്നാണെങ്കിൽ നമുക്ക് അല്ലാത്ത രീതിയിൽ തന്നെ ചെയ്ത് നോക്കാനും പറ്റും. ഓക്കെ. അടുത്ത ചോദ്യം. രാമു അയാളുടെ വരുമാനത്തിൻ്റെ 9%-ത്തേക്കാൾ 50 രൂപ കൂടുതൽ ചിലവാക്കുന്നു. രാമു ചിലവാക്കിയത് 563 രൂപയാണെങ്കിൽ അയാളുടെ വരുമാനം എത്ര? ഞാൻ ചോദ്യം നിങ്ങൾക്ക് ഒന്നുകൂടെ പറഞ്ഞുതരാം. രാമു ചിലവാക്കിയത് അയാളുടെ ശമ്പളം, അയാൾക്ക് എത്ര രൂപ ശമ്പളം കിട്ടുന്നുണ്ട്, അതിൻ്റെ 9%-ത്തിനേക്കാൾ 50 രൂപയും കൂടെ കൂടുതലാണ് പുള്ളിയുടെ ചിലവുകൾ വരിക. മനസ്സിലായല്ലോ? അതായത് പുള്ളിയുടെ ശമ്പളത്തിൻ്റെ 9%-വും അതല്ലാതെ ഒരു 50 രൂപയും കൂടെ പുള്ളി മുടക്കിയിട്ടുണ്ട് പുള്ളിയുടെ ചിലവിന് വേണ്ടി. പുള്ളിയുടെ ആകെ ചിലവ് 563 രൂപയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ രാമുവിൻ്റെ ശമ്പളം എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ രാമുവിൻ്റെ ശമ്പളം താൽക്കാലികമായി നമുക്കറിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ അതിനെ എക്സ് തന്നെ കൺസിഡർ ചെയ്യുന്നു. 9%, 9 എന്ന് പറയുന്നത് എത്രയാണ്, 9/100. 50 കൂട്ടുമ്പോൾ 563. അതായത് രാമുവിൻ്റെ ശമ്പളത്തിൻ്റെ 9%-ത്തേക്കാൾ 50 രൂപ കൂട്ടുമ്പോഴാണ് പുള്ളിയുടെ ചിലവ് വരുന്നത്. ആകെ ചിലവ് 563. അപ്പം എനിക്കിത് ഇങ്ങനെ എഴുതാൻ പറ്റും. 563 ഞാൻ 50 കുറയ്ക്കുന്നു, 513 വരിക. അപ്പോൾ എനിക്ക് ആകെ കണ്ടുപിടിക്കേണ്ടത് എന്താ, എക്സ് കണ്ടുപിടിച്ച് എനിക്ക് ഉത്തരം കിട്ടി. 513 ഗുണം 100/9. 513ൽ 9 എത്ര പ്രാവശ്യം പോവുക എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ചാൽ അത് ഗുണം 100 ആയിരിക്കും നിങ്ങളുടെ ഉത്തരം. അപ്പോൾ 513ൽ എത്ര പ്രാവശ്യം പോവും, 9 ഗുണം 60 57. 57 ഗുണം 100 5700 രൂപ. 5700 രൂപ നമ്മുടെ ഓപ്ഷൻസിലുണ്ട്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിലെല്ലാം നമുക്ക് ഈ ചോദ്യം മനസ്സിലായാൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നം കഴിഞ്ഞു. ആ ഇക്വേഷൻ ഒന്ന് എഴുതാൻ പറ്റിയാൽ നമ്മുടെ ബാക്കി പകുതി പ്രശ്നം കഴിഞ്ഞു. പിന്നെ അത് സോൾവ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ സോൾവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധക്കുറവ് കാരണം തെറ്റുകളൊന്നും വരാതിരിക്കാൻ നിങ്ങൾ ഉറപ്പുവരുത്തുക. അടുത്ത ചോദ്യം. 12 പേനയുടെ വിറ്റ വിലയും 16 പേനയുടെ വാങ്ങിയ വിലയും തുല്യമാണ് എങ്കിൽ ലാഭം എത്ര ശതമാനം? ഇതേപോലത്തെ ഒരു ചോദ്യം നമ്മൾ നേരത്തെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്കിത് ചെയ്ത് നോക്കാം. 12 പേനയുടെ വിറ്റ വില, അതായത് 12 പേനയുടെ വിറ്റ വില ഈക്വൽസ് 16 പേനയുടെ വാങ്ങിയ വില എങ്കിൽ ലാഭം എത്ര ശതമാനം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പം ഞാനിത് SP/CP ഈക്വൽസ് 16/12. അതായത് എനിക്കിത് 4/3 കിട്ടി, 1.33. ഇതാണ് എൻ്റെ ലാഭശതമാനം. 33%. അതുണ്ടോ? ഉണ്ട്. 33.33. ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. പെട്ടെന്ന് കാര്യം തീർന്നു, നമുക്കധികം കൺഫ്യൂഷൻസും വന്നില്ല. ലാഭം
എത്രയാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്, സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും കോസ്റ്റ് പ്രൈസിനെ കാട്ടി കൂടുതൽ. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് ഈക്വൽസ് 16/12 4.3. നേരെ മറിച്ച് ഇത് നെഗറ്റീവ് ആയിരുന്നെങ്കിലോ അതിൻ്റെ അർത്ഥം എന്താ, ലാഭം ഉണ്ടായിരുന്നില്ല, നഷ്ടമായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അത്രയേ ഉള്ളൂ. ഒരു മീറ്റർ തുണിക്ക് 20 രൂപ നിരക്കിൽ 90 മീറ്റർ തുണി വാങ്ങി മീറ്ററിന് 22.5 രൂപ നിരക്കിൽ വിൽക്കുകയാണെങ്കിൽ എത്ര മീറ്റർ തുണി വിറ്റാൽ മുടക്കിയ രൂപ തിരികെ ലഭിക്കും എന്നുള്ളതാണ് ചോദ്യം. അതായത് ഒരു വ്യക്തി എത്രയോ രൂപയ്ക്ക് പെർ മീറ്റർ എത്രയോ മീറ്റർ തുണി നമ്മൾ വാങ്ങിച്ചു, എന്നിട്ട് അത് കുറച്ച് പൈസ 22 രൂപ നിരക്കിൽ കൂട്ടി വിൽക്കുകയും ചെയ്തു. 22 രൂപയ്ക്ക് ഒരു മീറ്റർ തുണി കൂടുതൽ വിൽക്കുമ്പോൾ എത്ര വിറ്റാലാണ് നമുക്ക് ആ മുതൽ മുടക്ക് കിട്ടുന്നത്. അപ്പോൾ മുതൽ മുടക്ക് എന്താണെന്നുള്ളത് ആദ്യം അറിഞ്ഞിരിക്കുക. ഒരു മീറ്റർ തുണിക്ക് 20 രൂപ, മൊത്തം ആകെ വാങ്ങിച്ച് 90 മീറ്റർ. അപ്പോൾ 90 ഗുണം 20 എത്രയാണ്, 1800 രൂപയാണ് മുതൽ മുടക്ക്. ഓക്കെ, ഇനി 22 രൂപ നിരക്കിലാണ് ആ വ്യക്തി വിറ്റത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, 1800/22.5 ചെയ്താൽ എൻ്റെ പ്രശ്നം കഴിയും. ഞാനിതിങ്ങനെ എഴുതുവാണ് എൻ്റെ എളുപ്പത്തിന് വേണ്ടി. 22.5 2 8 80. അതായത് 1800 ഡിവൈഡഡ് ബൈ 22 എന്ന് പറയുന്നത് 80 ആണ്. അപ്പോൾ 80 മീറ്റർ തുണി പുതിയ വിലയിൽ ആ വ്യക്തി വിറ്റാൽ അയാൾക്ക് അയാളുടെ മുതൽ മുടക്ക് കിട്ടും. 80 മീറ്റർ ഉണ്ട്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇനി ഇതേ ചോദ്യത്തിൽ ഞാൻ പറയുകയാണ്, അപ്പം പുള്ളി ബാക്കി 10 മീറ്ററും കൂടെ വെച്ചിരുന്നെങ്കിൽ പുള്ളിക്ക് എത്ര കിട്ടിയാണ്, 22.5 കൂടെ നമ്മൾ ഗുണം 10. അപ്പോൾ 22.5 ഇൻറ്റു 10 225 രൂപ പുള്ളിക്ക് ആകെ മൊത്തം ലാഭം കിട്ടിയാണ്. ഇനി അതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ലാഭ ശതമാനം ചോദിക്കാം. അങ്ങനെ നമുക്ക് ഓരോരോ ചോദ്യങ്ങൾ ഇതിൽ നിന്ന് തന്നെ ഡെവലപ്പ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം ഈ സെഷനിലെ അവസാനത്തെ ചോദ്യമാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഒരാൾ ഒരു കടയിൽ നിന്ന് 17 പേന വാങ്ങിയപ്പോൾ 3 പേന സൗജന്യമായി നൽകി. എന്നാൽ ഡിസ്കൗണ്ട് എത്ര ശതമാനം എന്നുള്ളതാണ് ചോദ്യം. അപ്പം ആ വിറ്റ വ്യക്തി 17 പേനയുടെ വിലയിൽ 20 പേന കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നല്ലോ. വിറ്റ വ്യക്തി എത്ര പേന കൊടുത്തു, 20. എത്ര പേനയുടെ വിലയിൽ, 17. അപ്പോൾ നമ്മൾ എങ്ങനെ ഡിസ്കൗണ്ട് കണ്ടുപിടിക്കുക, 20. അതായത് നമ്മൾ നേരത്തെ പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ കണ്ടുപിടിക്കുക. നമ്മൾ എന്ത് ചെയ്യും, സെയിൽസ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ആണല്ലോ അതിൻ്റെ ശതമാനം. ഞാനിവിടെ എന്ത് ചെയ്യുന്നു, 20 ആണ് പുള്ളി മൊത്തം കൊടുത്തത് ബൈ 17 ആണ്. പക്ഷേ 20 പക്ഷേ പുള്ളി മൊത്തം കൊടുക്കുകയും ചെയ്തു. ഇവിടെ 3/20 ഗുണം 100 ആണ് എനിക്ക് കിട്ടേണ്ട ശതമാനം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ 15% ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നത്. അതായത് 20 പേന പുള്ളി കൊടുത്തു, പക്ഷേ 17 പേനയുടെ വിലയിലാണ് പുള്ളി കൊടുത്തത്. അപ്പം 20 മൈനസ് 17/20 നമുക്ക് എന്ത് കിട്ടി, 15% ഡിസ്കൗണ്ടിലാണ് ആ വ്യക്തി കൊടുത്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അത് നമ്മുടെ ഓപ്ഷൻസിലുണ്ട്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അപ്പം നമ്മുടെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഉണ്ട് നമുക്ക് ഒരുപാട് സെഷൻസ്, മാത്സിലും ഇംഗ്ലീഷും എല്ലാം. നിങ്ങളുടെ LD പരീക്ഷ നല്ലപോലെ നിങ്ങൾക്ക് എഴുതാൻ ഒരുപാട് സെഷൻസ് ഇനിയും വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ്. എല്ലാവർക്കും പരീക്ഷ നന്നായി ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു.